വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ സ്റ്റഡി വ്ലോഗാണ്. ഈവനിങ് ടു നൈറ്റ് വരെയുള്ള സ്റ്റഡി റൊട്ടീനാണ് കാണിക്കുന്നത്. ആക്ച്വലി വീഡിയോ എടുക്കാനുള്ള റീസൺ, മോർണിംഗ് ഞാൻ ഫിസിക്സിൻ്റെ ലെക്ചേഴ്സൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ബയോളജി NCERT ഒക്കെ റീഡ് ചെയ്തു. അതിനുശേഷം എനിക്ക് പഠിക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഒരുതരം മടി അതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും വ്ലോഗ് ഷൂട്ട് ചെയ്യാം, അപ്പോൾ എനിക്കൊരു ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ടാവും. അങ്ങനെയാണ് ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യാനുള്ള മെയിൻ റീസൺ. എൻ്റെ ടു ഡു ലിസ്റ്റൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ ഡെയിലി ഷെഡ്യൂൾ നല്ല ടൈറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എനിക്ക് കുറച്ച് പെൻഡിങ്സ് ഉണ്ട് ആൻഡ് GABക്ക് വേണ്ടി പ്രിപ്പയർ ആവണം. പിന്നെ ഡെയിലി ടോപ്പിക്സും ഒക്കെ എൻ്റെ ഒപ്പം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഡെയിലി ടു ഡു ലിസ്റ്റ് മുൻപത്തെക്കാളും കുറച്ചധികം ഉണ്ടാവും. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് GAB ഫസ്റ്റ് എക്സാമിൻ്റെ ബോട്ടണി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഫിസിക്സ് യൂണിറ്റ്സിൻ്റെ ബാലൻസ് സ്ലൈഡ്സ് റിവിഷൻ ചെയ്യുകയാണ്. ഇന്നലെ ഒരു 5 to 6 സ്ലൈഡ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാലൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണമെന്നാണ്. ഇപ്പോൾ ഞാൻ 7 സ്ലൈഡ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ 7 ലെക്ചേഴ്സിൻ്റെ സ്ലൈഡ്സ് കംപ്ലീറ്റ് ചെയ്തു യൂണിറ്റ്സ്. നെക്സ്റ്റ് ഞാൻ കരുതി എന്തായാലും യൂണിറ്റ്സിന് കുറച്ചുകൂടി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് അപ്പോൾ ഇതാണ് എനിക്ക് ഇന്നത്തെ ടു ഡു ലിസ്റ്റ് വരുന്നത്. ഇതിലിപ്പോൾ എനിക്ക് DPP ചെയ്യാനുണ്ട് എല്ലാമേ. അപ്പോൾ അത് ചെയ്യാമെന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷേ ലൈക്ക് ഫിസിക്സ് ഇപ്പോൾ 1 hour കൊണ്ടിട്ട് ഫുള്ള് സാച്ചുറേറ്റ് ആയിരിക്കുക. അതുകൊണ്ട് അനാട്ടമി MCQ ചെയ്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് 10:37 ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ മൊത്തം ബാലൻസ് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടി ക്ലിയർ ചെയ്യാനുണ്ട്. അപ്പോൾ ഞാൻ അത് ചെയ്യാൻ പോവുകയാണ്. ദെൻ ഇത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് യൂണിറ്റ്സിൻ്റെ സ്ലൈഡ്സ് ബാക്കിയുണ്ട് റിവിഷൻ ചെയ്യാനായിട്ട്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ കെമിക്കൽ കൈനറ്റിക്സ് ആണ് പെൻഡിങ് നോക്കത്തുള്ളൂ. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് സ്ലൈഡ്സിലെ എല്ലാ ക്വസ്റ്റ്യൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുൾ സ്ലൈഡ്സും കംപ്ലീറ്റ് ചെയ്തു. ആൻഡ് കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ലെക്ചറാണ് ഇപ്പോൾ കാണുന്നത്. കെമിക്കൽ കൈനറ്റിക്സ് എൻ്റെ പെൻഡിങ് ചാപ്റ്ററാണ്. ഞാൻ അന്നത്തെ ദിവസം പഠിക്കേണ്ടതെല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നൈറ്റ് പെൻഡിങ് ലെക്ചേഴ്സ് കാണാൻ യൂസ് ചെയ്യുക. ലോസ് ഓഫ് മോഷൻ്റെ തന്നെ DPP ഇന്ന് ചെയ്യാനുണ്ടായിരുന്നു. ബട്ട് അത് ഞാൻ ചെയ്തില്ല. യൂണിറ്റ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ സാച്ചുറേറ്റഡ് ആയി. പിന്നെ എനിക്ക് ഫിസിക്സിലോട്ട് പോകാനുള്ളൊരു മൈൻഡ് സെറ്റ് ഇല്ല. അതുകൊണ്ട് ഞാനത് നാളെ ചെയ്യുന്നതാണ്. കെമിക്കൽ കൈനറ്റിക്സിൻ്റെ ലെക്ചർ ഞാനൊരു 20 minutes കണ്ടു കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും എനിക്ക് ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു.